ഹലോ നമസ്കാരം, ഞാൻ ശാന്തകുമാരിയാണ്. അപ്പോഴേ എനിക്കിപ്പോൾ നമ്മുടെ ദീപക്ക് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊരു 2 വാക്ക് പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയയിലൊരു സ്ത്രീ, ഒരു എഴുത്തുകാരി, എച്ചുമുക്കൊയ്ക്കൽ എന്തോ ആണ് പേര്, അതെനിക്ക് ശരിക്കും കിട്ടിയില്ല. പുള്ളിക്കാരി പറയുന്നത് ആ വീഡിയോ കണ്ട കുറേ സ്ത്രീകൾക്കൊക്കെ അത് സത്യമാണെന്ന് തോന്നി എന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അവൾ ചുരിദാറൊക്കെ ഇട്ട് മുഖമൊക്കെ നല്ലപോലെ ഇങ്ങനെ ആണുങ്ങൾക്കൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചാണ് അവൾ ആ ബസ്സിൽ നിൽക്കുന്നത്. ഇപ്പോൾ പോലീസുകാരൻ പിടിച്ചു കൊണ്ടുവരുമ്പോൾ നല്ല മുസ്ലിംസിൻ്റെ, ഇനി ഞാൻ കുറ്റം പറഞ്ഞു എന്ന് പറയരുത്, മുസ്ലിംസിൻ്റെ ആ കറുത്ത ഉടുപ്പ് ദുർവിനിയോഗം ചെയ്ത് അതിട്ട് ആ മാസ്ക് പോലത്തെ ഒരു സാധനവും കെട്ടി. അപ്പോൾ ഈ വസ്ത്രത്തിന് ഇങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട് എന്ന് ഇപ്പോൾ എനിക്കും മനസ്സിലായി. തെറ്റ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്ത്രവും കൂടിയാണ് ആ വസ്ത്രം എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ആ വസ്ത്രം ഇട്ടാൽ മുഖം മറയ്ക്കരുത് എന്നുള്ളതാണ് ആ വസ്ത്രത്തിൻ്റെ ഒരു മര്യാദ. കാരണം മുഖം മറയ്ക്കുമ്പോൾ എന്ത് കള്ളത്തരും, എന്ത് തെമ്മാടിത്തരും, എന്ത് തെറ്റും ചെയ്താൽ അത് ഇട്ടിട്ട് മുഖം കാണാതെ രക്ഷപ്പെട്ടു പോകാം എന്ന് വിചാരിക്കുന്ന ഈ സ്ത്രീകൾ. പിന്നെ ആ എസ് ഐയും ആ പെൺകുട്ടിയും തമ്മിൽ വല്ല ബന്ധം ഉണ്ടാകുമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ, തെറ്റായ തരത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ എസ് ഐക്ക് ബന്ധമുള്ളത് കൊണ്ടാണല്ലോ എസ് ഐ ഇത്രയും സേഫ്റ്റി ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യ സത്യം എന്താണെന്ന് പറഞ്ഞാൽ അവൾക്ക് ശരിയായിട്ടുള്ള ശിക്ഷ അവിടെ നിന്ന് കിട്ടില്ല. കാരണം ഇവർ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്രമാത്രം ഒന്നും എഴുതി പിടിപ്പിച്ചിട്ടും ഉണ്ടാവില്ല. കാരണം എസ് ഐ സ്വകാര്യമായി അവളെ കൊണ്ടുവന്ന് ഇത്രയും സേഫ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിന് അത്രേ ബലമുണ്ടാകുള്ളൂ. ഇതിലിപ്പോൾ വന്നത് എന്താന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ടു, ആ അച്ഛന് ഒരു മകൻ നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു. ഇത് മാത്രമേ ശരിക്കുള്ളൂ. പിന്നെ ഒരു മകൻ നഷ്ടപ്പെടുന്ന വേദന എന്താണെന്ന് ഒരു അച്ഛനും അമ്മയ്ക്കും അറിയുന്നത് കൊണ്ട് ആ വേദന മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയും എന്നുള്ളതാണ്. ഇതുപോലെയുള്ള സ്ത്രീകളായാലും ഇതുപോലെയുള്ള പുരുഷന്മാരായാലും ഇതുപോലെ റീച്ച് കൂട്ടാൻ വേണ്ടി പകുതി ഡ്രസ്സ് ഇട്ട്, ഇല്ലെങ്കിൽ ഷട്ടി ഇട്ട്, അല്ലെങ്കിൽ ബ്രേസർ ഇട്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് സമൂഹത്തിലെ പെണ്ണുങ്ങൾ ആണുങ്ങളെയും നാണം കെടുത്തി, ആണുങ്ങൾ പെണ്ണുങ്ങളെയും നാണം കെടുത്തുന്ന റീച്ചുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ കിട്ടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മളുടെ ബാക്കിൽ കൂടെ പോണ സാധനം തിന്നുന്നത് പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രയോ കളിക്കാം, ഡാൻസ് കളിക്കാം, കഥ പറയാം, കണ്ടൻറ്റ് ഉണ്ടാക്കാം, കോമഡി കാണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് പൈസ ഉണ്ടാക്കി ആ പൈസ തിന്നുന്നത് മാത്രമേ ഈ സമൂഹത്തിൽ ദഹിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഈ കറുത്ത വസ്ത്രത്തിനെ ആ പെണ്ണിനെ കൊണ്ട് ഇടിയിച്ച് അവളുടെ മുഖവും മറിച്ച് ആ കൂട്ടിയിട്ട് വന്ന, സ്വന്തം കാറിൽ കൂട്ടിയിട്ട് വന്ന ആ എസ് ഐക്കും കേസെടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ കേരളമല്ല, ഈ രാജ്യത്ത് അറിയുന്ന എല്ലാ വ്യക്തികളും ഈ ദീപിക്കിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പെണ്ണിനെ ഈ എസ് ഐ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയും സുരക്ഷിതമായി കൊണ്ടുവരണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു എന്തോ ഒരു കാര്യം അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവളിനെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് പിടിച്ചാൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരാനുണ്ടാകും രഹസ്യങ്ങൾ. അതുകൊണ്ടാണ് ആ എസ് ഐ അത്രയും ചെയ്യത്. എന്തായാലും കേരള പോലീസിൽ ഇത്രയും നാണം കെട്ട പോലീസുകാരുണ്ടോ? തെറ്റ് ചെയ്ത പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല പോലീസുകാരുണ്ടാകുമായിരിക്കാം, എല്ലാ പോലീസുകാരനെയും അല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ എത്രയോ പോലീസുകാർ മോശമായ രീതിയിൽ പെരുമാറുന്ന പോലീസുകാരുണ്ട് കേരളത്തിൽ. ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഇങ്ങനെയൊന്നും അല്ല, സത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കണം. ഞാനൊരു മിലിറ്ററിക്കാരൻ്റെ മകളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സത്യസന്ധതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നോക്കിക്കോ, ജനങ്ങളെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഏറി വന്നാൽ ചിലപ്പോൾ അവൾക്കൊരു 3-4 വർഷം കിട്ടുമായിരിക്കും. അവൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അവിടെ ഇരുന്ന് റീൽസ് ചെയ്യാൻ ഈ പോലീസുകാർ സപ്പോർട്ട് ചെയ്ത് അവൾ റീൽസ് ഉണ്ടാക്കി, റീച്ച് ഉണ്ടാക്കി,
ഇപ്പോഴേ ജയിലിൽ ശമ്പളം കൂട്ടി ചിക്കൻ, മട്ടൻ, ബീഫ്, മുട്ട, ഇറച്ചി, ചപ്പാത്തി, പൊറോട്ട ഇതൊക്കെയാണ് ഭക്ഷണങ്ങൾ. സുഖസുന്ദരമാണ്. നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ സുന്ദരമായിട്ട് ഇന്ന് ജയിലുകളിൽ ജീവിക്കാം. അതൊന്ന്. രണ്ട്, അവൾ അവിടെ നിന്ന് റീച്ച് ഉണ്ടാക്കാൻ വീഡിയോ ഉണ്ടാക്കി എന്ത് തെമ്മാടിത്തരം ചെയ്യാനും ഇതുപോലെയുള്ള പോലീസുകാർ സപ്പോർട്ട് ചെയ്ത് അവൾ വരുമ്പോഴേക്ക് ലക്ഷങ്ങളല്ല കോടികൾ വരെ ഉണ്ടാക്കിയിട്ട് ഇനി ജയിലിൽ നിന്ന് അവൾ ഇറങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് തക്കതായ ശിക്ഷ എന്ന് പറയുന്നത് അവൾക്കൊരു 10-25 വർഷമെങ്കിലും അവിടെ കൊടുക്കണം. കാരണം ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞ് ഈ വകയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന പോലെ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവൾക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നുള്ളത് ദീപക്കിൻ്റെ അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷയായിരിക്കണം. ഗവൺമെൻറ്റും കോടതിയും കൊടുക്കും എന്ന് വിചാരിക്കുന്നു. പുരുഷന്മാർക്കും ഈ സമൂഹത്തിൽ ജീവിക്കണം, സ്ത്രീകൾക്കും ജീവിക്കണം. ഇതുപോലെയുള്ള സ്ത്രീകളെയും ഇതുപോലെയുള്ള പുരുഷന്മാരെയും സംരക്ഷിക്കുന്ന പോലീസുകാരനെയും ശിക്ഷിക്കണമെന്നാണ് എൻ്റെ എളിയ ഒരു അഭിപ്രായം. അപ്പോൾ ഓക്കെ, ബൈ.